Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള അഞ്ചാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത് സമ്മറി വേഴ്സസ് പ്രിസി എന്നുള്ളതാണ്. നിങ്ങൾ പ്രിസി റൈറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മൂന്നിലൊന്നായിട്ട് സംഗ്രഹിക്കുക എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ് വരുന്നത്. സമ്മറിയും അതുപോലെ തന്നെ സമ്മറിയുടെ പർപ്പസ്. അപ്പോൾ നോക്കൂ, എന്താണ് സമ്മറി? സമ്മറി ഈസ് ദ കണ്ടൻസ്ഡ് ഫോം ഓഫ് എ ലോങ് ടെക്സ്റ്റ് ഷെയറിംഗ് ദ സെയിം മീനിങ്. അതായത് ഒരു വലിയ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ പുസ്തകത്തിന്റെ കണ്ടൻസ്ഡ് ഫോം, അതായത് ചുരുക്കിയെടുത്ത രൂപമാണെന്ത് സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നാൽ ഷെയറിംഗ് ദ സെയിം മീനിങ്, അതായത് ആ വലിയ ടെക്സ്റ്റിൽ ലോങ് ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് അതേ ആശയം പങ്കുവെക്കുകയും വേണം. അപ്പോൾ വലിയ ടെക്സ്റ്റിൽ പറയുന്ന അതേ ആശയം പങ്കുവെക്കുന്ന വലിയ ടെക്സ്റ്റിന്റെ ഒരു കണ്ടൻസ്ഡ് ഫോമാണ് എന്ത് സമ്മറി. It gives an overview of the text, usually in not more than a page. അതായത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിനെ കുറിച്ച് നമുക്കൊരു ഓവർവ്യൂ നമുക്ക് നൽകുന്നു. ടെക്സ്റ്റിനെ കുറിച്ച് മൊത്തത്തിലൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. എന്നാൽ ഇത് സാധാരണയായിട്ട് ഒരു പേജിലധികം വരാറില്ല. സമ്മറി എന്ന് പറയുമ്പോൾ യൂഷ്വലി ഇൻ നോട്ട് മോർ ദാൻ one page, not more than a page. Normally summaries are written either at the beginning of the text or at the end of the text. സാധാരണ ഒരു ടെക്സ്റ്റിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിന്റെ അവസാനത്തിലോ ആണ് നമ്മൾ സമ്മറി സാധാരണ എഴുതി കാണാറുള്ളത്. ഇനി സമ്മറിയുടെ പർപ്പസസ് ഓഫ് റൈറ്റിംഗ് സമ്മറീസ്. എന്തിനു വേണ്ടിയാണ് സമ്മറി എഴുതുന്നത്? സമ്മറി എഴുതുന്നതിന്റെ ഉദ്ദേശങ്ങൾ, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് കൺവിൻസ് ദ റീഡേഴ്സ് ടു ബൈ ഇറ്റ്. അതായത് സമ്മറി എന്ന് പറയുമ്പോൾ അതിന്റെ ഷോർട്ട് രൂപമാണ്. അപ്പൊ അത് വായിച്ചിട്ട് ആ പുസ്തകം വാങ്ങാൻ റീഡേഴ്സിനെ കൺവിൻസ്ഡ് ആക്കുക, ബോധ്യപ്പെടുത്തുക. It is through the summary of the book that the reader will get a glimpse of what the book is all about. ആ പുസ്തകത്തിന്റെ സമ്മറി വായിക്കുന്നതിലൂടെ ആ പുസ്തകം എന്തിനെ കുറിച്ചാണെന്ന് റീഡേഴ്സിന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് മാത്രമല്ല, അങ്ങനെ ആ സമ്മറി വായിച്ച് ആ പുസ്തകം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ഇഫ് ഇറ്റ് സ്യൂട്ട്സ് ദെയർ ഇൻട്രസ്റ്റ്, അത് റീഡേഴ്സിന്റെ താല്പര്യത്തിന് യോജിക്കുന്നതാണെങ്കിൽ ദേ വിൽ ബൈ ഇറ്റ്, ആളുകൾ അത് വാങ്ങും. അതായത് ഒരിക്കലും ഒരു പുസ്തകം മുഴുവനായിട്ട് വായിച്ച ശേഷം പുസ്തകം വാങ്ങൽ പോസിബിൾ അല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒന്നുകിൽ പുസ്തകത്തിന്റെ ഫ്രണ്ടില് അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ബാക്കില്, അല്ലെ, ഒന്നുകിൽ പുസ്തകത്തിന്റെ തുടക്കത്തില് അല്ലെങ്കിൽ മിക്കവാറും അതിന്റെ പുറം ചട്ടയില്, ബാക്കിലെ ചട്ടയിൽ എന്തുണ്ടായിരിക്കും? അതിന്റെ കഥയുടെ ചുരുക്കം എന്താണ് അതിൽ പറയുന്നത്. അപ്പൊ മിക്കവാറും അത് വായിച്ചു കഴിഞ്ഞിട്ട് അത് അവർക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ അവർ ആ പുസ്തകം വാങ്ങും. അപ്പൊ ഇത്തരത്തില് ഒരു പുസ്തകം വാങ്ങുന്നതിന് റീഡേഴ്സിനെ കൺവിൻസ് ചെയ്യുക, അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത് ഡു അസൈൻമെന്റ്സ് ഓർ മേക്ക് പ്രസന്റേഷൻ. അതായത് അസൈൻമെന്റ്സും അതുപോലെ തന്നെ പ്രസന്റേഷനൊക്കെ ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ഇവിടെ എന്താ? We will state the key aspects in an orderly manner when we prepare an assignment or make presentations. അതായത് നമുക്കൊരു പുസ്തകവുമായി ബന്ധപ്പെട്ട് അസൈൻമെന്റ്സ് അല്ലെങ്കിൽ പ്രസന്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ, തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ പുസ്തകം മുഴുവനായിട്ട് എഴുതല്ല ചെയ്യാം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായ ഓർഡറിൽ ആ പുസ്തകത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ we will state the key aspects in an orderly manner
വെൻ വി പ്രിപ്പയർ ആൻ അസൈൻമെന്റ് ഓർ മേക്ക് പ്രസന്റേഷൻസ്. അപ്പം ഇത്തരത്തിൽ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സമ്മറി അവർക്ക് ഉപയോഗപ്പെടും, അവർക്ക് ഗുണം ചെയ്യും. മൂന്നാമത്തേത് പ്രിപ്പയർ ഫോർ എക്സാമിനേഷൻ, പരീക്ഷയ്ക്ക്. ഇഫ് വി ഹാവ് ഓൺലി എ ഫ്യൂ വീക്സ് ലെഫ്റ്റ് ഫോർ എക്സാമിനേഷൻ, നമ്മളെ മുൻപിൽ പരീക്ഷയ്ക്ക് ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുമാത്രമല്ല, നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. വി ഹാവ് ടു സ്റ്റഡി എ നമ്പർ ഓഫ് സബ്ജക്ട്സ്, നമുക്ക് ഏതാനും പുസ്തകങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ പുസ്തകവും എല്ലാ ടെക്സ്റ്റും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. പിന്നെ എന്താ ചെയ്യുക? വി വിൽ സ്റ്റഡി ദ സമ്മറി ഓഫ് ഈച്ച് ടെക്സ്റ്റ് ആൻഡ് ദി ഹൈലൈറ്റഡ് പോയിന്റ്സ്. നമ്മൾ എന്ത് ചെയ്യും? ഓരോ ടെക്സ്റ്റിൻ്റെയും സമ്മറിയും അതുപോലെ തന്നെ ഹൈലൈറ്റഡ് പോയിന്റ്സും നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ എക്സാം ഒക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഒരുപാട് ടെക്സ്റ്റുകൾ പഠിക്കേണ്ടതായിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഉപകാരപ്രദമാണ്, ആവശ്യമാണ് എന്ത്? സമ്മറി. അപ്പോൾ സമ്മറിക്ക് ഇങ്ങനൊരു പർപ്പസ് ഉണ്ട്. പിന്നെ നാലാമത്തേത് പ്രൊഫഷണൽസ് യൂസ് the techniques of summary to briefly summarize key findings of a report or survey. പ്രൊഫഷണൽസ് സർവേയോ റിപ്പോർട്ടുകൾ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ അവര് ബ്രീഫ്ലി സമ്മറൈസ് ദ കീ ഫൈൻഡിങ്സ് ഓഫ് എ റിപ്പോർട്ട് ഓർ സമ്മറി. അവര് ഒരു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ, അവർ കണ്ടെത്തിയ കാര്യങ്ങൾ റിപ്പോർട്ടിലെ അല്ലെങ്കിൽ ഒരു സർവേയിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് അവരെന്ത് ചെയ്യുന്നു? പ്രൊഫഷണൽസ് അത് സമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ടെക്നിക്ക് അവർ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പർപ്പസുകൾ, അതായത് റീഡേഴ്സിനെ കൊണ്ട് പുസ്തകം വാങ്ങിപ്പിക്കാം, അതുപോലെ തന്നെ അസൈൻമെന്റ്സും അതുപോലെ തന്നെ പ്രസന്റേഷൻസും ഒക്കെ ചെയ്യുന്നതിന് സഹായകമാണ്. അതുപോലെ തന്നെ എക്സാം അടുത്തു വരുമ്പോൾ ഒരുപാട് പഠിക്കാനുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പ്രൊഫഷണൽസ് അവരുടെ സർവേയുടെയും അതുപോലെ തന്നെ റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സ് ഓഫ് എ റിപ്പോർട്ട് ഓർ സർവേയിലെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ സർവേയിലെ അല്ലെങ്കിൽ റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് അത് അവരെന്ത് ചെയ്യും? പ്രധാന പോയിന്റ്സ് ഇത്തരത്തിൽ അവര് സമ്മറൈസ് ചെയ്യും. ഈ ടെക്നിക്ക് അവര് ഉപയോഗപ്പെടുത്തും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ സമ്മറി. ഒരു സമ്മറി എഴുതുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ രീതി? എന്തെല്ലാം കാര്യങ്ങൾ സമ്മറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? There are some tips to be followed for writing a summary. ഒരു സമ്മറി എഴുതുമ്പോൾ നമ്മൾ പല ടിപ്സ്, പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, റീഡ് ദ ടെക്സ്റ്റ് തറോലി. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ടെക്സ്റ്റിന്റെ സമ്മറി എഴുതുമ്പോൾ ആ ടെക്സ്റ്റ് നമ്മൾ തറോയായിട്ട് നന്നായിട്ട് വായിച്ചിരിക്കണം. രണ്ട്, സ്റ്റേ ഫോക്കസ്ഡ് അബൌട്ട് യുവർ ഒബ്ജക്റ്റീവ്. അതായത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോകരുത്. അതായത് എന്തിനു വേണ്ടിയാണ് സമ്മറി? ഇപ്പൊ പഠിക്കാൻ വേണ്ടിയാണോ, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണോ, എന്താണോ നമ്മളെ ലക്ഷ്യമെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ? സമ്മറി നമ്മൾ ഉണ്ടാക്കാൻ. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഐഡന്റിഫൈ ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ സമ്മറൈസ് ചെയ്യുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്യാം. അണ്ടർലൈൻ ദം ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അത്തരം പോയിന്റ്സുകൾ അവ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടി അണ്ടർലൈൻ ചെയ്തു വെക്കാം. 4, റൈറ്റ് ദി സമ്മറൈസ്ഡ് വേർഷൻ ഓഫ് ദി ലോങ് ടെക്സ്റ്റ് യൂസിങ് കീവേഡ്സ്. ഒരു ലോങ് ടെക്സ്റ്റ്, നമ്മളൊരു വലിയ ടെക്സ്റ്റിന്റെ
സമ്മറി തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്യുമ്പോൾ കീവേഡ്സ് ഉപയോഗിക്കാം. കീവേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമ്മൾ ഉപയോഗിക്കാം. എന്നാൽ അതേസമയം തന്നെ എക്സാമ്പിൾസ്, ഇലസ്ട്രേഷൻസ്, സിമിലീസ്, മെറ്റാഫേഴ്സ് ഇതുപോലെയുള്ളവ അലങ്കാരങ്ങളും മറ്റും എക്സാമ്പിൾസ് ഒക്കെ ഒഴിവാക്കുക. ഡു നോട്ട് ആഡ് ഓർ ഡെവലപ്പ് എനി ഐഡിയാസ് ഓഫ് യുവർ ഓൺ. നമ്മൾ സമ്മറി എഴുതുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഐഡിയാസ്, ആശയങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ആഡ് ചെയ്യാതിരിക്കുക, അത്തരം ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാതിരിക്കുക. ഡു നോട്ട് റിപ്രൊഡ്യൂസ് ദ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഒറിജിനൽ ടെക്സ്റ്റ്. നമ്മളൊരു ഒറിജിനൽ ടെക്സ്റ്റിനെ സമ്മറൈസ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റിലുള്ള വാചകം അതുപോലെ ആവർത്തിച്ച് എഴുതാതിരിക്കുക. പിന്നെ എന്താ ചെയ്യുക? ബട്ട് റൈറ്റ് ഡൗൺ ഇൻ യുവർ ഓൺ വേർഡ്സ് ഇൻ സിമ്പിൾ ഇംഗ്ലീഷ്. പകരം എന്ത് ചെയ്യുക? അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ലളിതമാക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടേതായിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതുക. ഏഴാമത്തേത്, ദ ഐഡിയൽ ലെങ്ത് ഈസ് 1/3 ഓഫ് ദി ഒറിജിനൽ പാസേജ്. സമ്മറി എന്ന് പറയുമ്പോഴും ആ ഒരു ഒറിജിനൽ പാസേജിന്റെ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ 1/3 അതിൻ്റെ ലെങ്ത്തിന്റെ ഒരു ഐഡിയൽ മാതൃകാപരമായിട്ടുള്ള ഒരു വലുപ്പം എന്ന് പറയുന്നത്. അനലൈസ് ദ ഇൻഫോർമേഷൻ ടു ഐഡന്റിഫൈ ദ കീ ആസ്പെക്ട്സ്. പ്രധാനപ്പെട്ട വശങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ടെക്സ്റ്റിൽ പറയുന്ന ഇൻഫോർമേഷനെ വിശകലനം ചെയ്യാം. എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയാണ് സമ്മറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നോക്കി നമുക്ക് പറയാനുള്ളത് പ്രിസി റൈറ്റിംഗ് ആണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രിസി റൈറ്റിംഗിന്റെ പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേകത? പ്രിസി ഈസ് എ ഷോർട്ട് ഫോം ഓഫ് എ ടെക്സ്റ്റ് വിച്ച് ഗിവ്സ് ഓൺലി ദ ഇമ്പോർട്ടന്റ് പാർട്ട്. അപ്പോൾ പ്രിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ്. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസി എന്ന് പറയുമ്പോൾ ആ ടെക്സ്റ്റിലെ വളരെ പ്രധാനപ്പെട്ടത്, വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ പ്രിസിയിൽ കാണൂ. ഓഫൺ യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ് ദ ഫ്രഞ്ച് വേർഡ് പ്രിസി. അതായത് ഈ പ്രിസി എന്നുള്ളത് ഒരു ഫ്രഞ്ച് പദമാണ്, ഒരു വിശേഷണമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിന്റെ മീനിങ് മീൻസ് പ്രിസൈസ്, കൃത്യതയുള്ളത്, ഡെഫിനിറ്റ്, നിർവചനമുള്ളത്. അതായത് ഡെഫിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലും വ്യക്തതയുള്ളത്, കൃത്യതയുള്ളത്, ആക്യുറേറ്റ് അതും കൃത്യത എന്ന ഏകദേശം സമാനമായ അർത്ഥങ്ങളാണ് ഈ 3 വാക്കുകൾക്കും. ഇറ്റ് ഈസ് എ ഷോർട്ട് ആൻഡ് കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഒറിജിനൽ ടെക്സ്റ്റ്. ഒരു ഒറിജിനൽ ടെക്സ്റ്റിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള വിവരണമാണത്. ഷോർട്ട് ആൻഡ് കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഒറിജിനൽ ടെക്സ്റ്റ് ഗിവിംഗ് ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അതാണ് പ്രിസിയുടെ പ്രത്യേകത. അതിൽ ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രധാനപ്പെട്ടത് മാത്രം. ഇനി പ്രിസി റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ റൈറ്റിംഗ് ഓഫ് എ പ്രിസി ഓഫ് എ വർക്ക് ആർ. ഒരു വർക്കിന്റെ പ്രിസി തയ്യാറാക്കുമ്പോൾ പ്രിസി റൈറ്റിംഗിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന സ്റ്റെപ്സ്: 1, റീഡ് ദ പാസേജ് തറോലി. ആയിട്ട് നന്നായിട്ട് പാസേജ് വായിക്കാം, സമ്മറിയിൽ പറഞ്ഞ പോലെ തന്നെ. 2, ഹൈലൈറ്റ് ദി മോസ്റ്റ് എസെൻഷ്യൽ പോയിന്റ്സ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ത് ചെയ്യുക? ഹൈലൈറ്റ് ചെയ്യുക, അതായത് എടുത്ത് കാണിക്കുക. 3, സമ്മറിയിൽ നിന്നും വ്യത്യാസമായിട്ട് 3ാമത്തെ പോയിന്റ്, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജ് ബേസ്ഡ് ഓൺ ദി സെൻട്രൽ ഐഡിയ. എന്താണോ കേന്ദ്ര ആശയം അതിന് സമാനമായിട്ടുള്ള യോജിക്കുന്ന ഒരു തലക്കെട്ട് നൽകുക. 4, എ പ്രിസി ഷുഡ് ഹാവ് ബ്രിവിറ്റി. ഒരു പ്രിസി എന്ന് പറയുമ്പോൾ അതിനുണ്ടായിരിക്കണം ബ്രിവിറ്റി വേണം, ദാറ്റ് മീൻസ് ഷോർട്ട് ആയിരിക്കണം. ക്ലാരിറ്റി, വ്യക്തത വേണം.
ഗ്രാമാറ്റിക്കൽ ആക്യുറസി, ഗ്രാമാറ്റിക്കലി ഗ്രാമർ സംബന്ധമായിട്ട് അത് കൃത്യതയുള്ളതായിരിക്കണം. ബ്രിവിറ്റി, ക്ലാരിറ്റി, ഗ്രാമാറ്റിക്കൽ ആക്യുറസി. 5. പ്രിപ്പയർ എ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ബൈ അറേഞ്ചിങ് ആൻഡ് കണക്റ്റിംഗ് ദി കീ പോയിന്റ്സ്. അതായത് നമ്മളൊരു പ്രിസി തയ്യാറാക്കുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെ കണക്ട് ചെയ്തിട്ട് ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്തും ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ്, ഒരു റഫ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുക. ഇതാണ് 5 പോയിന്റ്സ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സമ്മറി ആൻഡ് പ്രിസി എന്നുള്ളതാണ്. സമ്മറിയും പ്രിസിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, എന്തെല്ലാം വ്യത്യാസമാണ് ഉള്ളത്. ആദ്യം എന്തൊക്കെയാണ് പ്രിസിയുടെ പ്രത്യേകത നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പ്രിസി എന്ന് പറയുമ്പോൾ ഹൈലി ഫോക്കസ്ഡ് ആണ്. ഒന്നാമത്തെ എന്താ? ഹൈലി ഫോക്കസ്ഡ്. അതായത് എ പ്രിസി എയിംസ് ടു ക്യാപ്ചർ ദ എസെൻസ് ഓഫ് ദി ഒറിജിനൽ ടെക്സ്റ്റ് ഇൻ എ വെരി ഷോർട്ട് സ്പേസ്. അതായത് വളരെ ചുരുങ്ങിയ രീതിയിൽ, ഒരു ചുരുങ്ങിയ സ്പേസിൽ ഒറിജിനൽ ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത്, ഒറിജിനൽ ടെക്സ്റ്റിന്റെ എസെൻസ്, അതിൻ്റെ അന്തസത്ത, അതായത് വളരെ ചുരുങ്ങിയ, ഏറ്റവും കുറഞ്ഞ വരികളിൽ, അതിൽ ഏറ്റവും ചുരുങ്ങിയ സ്പേസിലേക്ക് ഒറിജിനൽ ടെക്സ്റ്റിന്റെ എസെൻസ് ക്യാപ്ചർ ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്താണ് ഒറിജിനൽ ടെക്സ്റ്റിൽ പറയുന്നത്, ആ ഒരു കാര്യത്തെ മാത്രമായിട്ടെടുത്ത് കൊണ്ടുവരിക. രണ്ടാമത്തേത് മെയിൻറ്റെയിൻ സ്ട്രക്ചർ ആൻഡ് ടോൺ എന്നുള്ളതാണ്. അതായത് എന്താ ഇവിടെ പറയുന്നത്, ഇറ്റ് ഷുഡ് റിഫ്ലക്റ്റ് ദ ഒറിജിനൽ വർക്ക്സ് ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റൈല്. ആ ഒറിജിനൽ വർക്ക് ഉണ്ടല്ലോ, അതായത് ഒറിജിനൽ ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിന്റെ സ്റ്റൈല്, അതിന്റെ ഓർഗനൈസേഷൻ, അതിന്റെ പാറ്റേൺ, അതിന്റെ രീതി മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ രീതി റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ രീതി നമുക്ക് എവിടെ കാണാൻ പറ്റും? പ്രിസിയിൽ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തേത് എൻക്ലൂഡ്സ് കൺക്ലൂഷൻസ്. എ ഗുഡ് പ്രിസി ഷുഡ് കൺവേ ദ മെയിൻ ആർഗ്യുമെന്റ് ആൻഡ് കൺക്ലൂഷൻ ഓഫ് ദി ഒറിജിനൽ ടെക്സ്റ്റ്. അതായത് ഒറിജിനൽ ടെക്സ്റ്റിൽ പറയുന്ന കൺക്ലൂഷൻ, നിഗമനം, അല്ലെങ്കിൽ പ്രധാന ആശയം അല്ലെങ്കിൽ വാദം എന്താണെങ്കിൽ അതിനെ പ്രിസി കൺവേ ചെയ്യും. ആ കാരണം ഒരു മെയിൻ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ ആർഗ്യുമെന്റ്, ഒറിജിനൽ ടെക്സ്റ്റിലെ മെയിൻ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ കൺക്ലൂഷൻ, അതിനെ പ്രിസി എന്ത് ചെയ്യും? കൺവേ ചെയ്യും. ആ ഒരു മെസ്സേജിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലാസ്റ്റത്തേത്, നാലാമത്തെ പോയിന്റ്, യൂസസ് ഒറിജിനൽ ലാംഗ്വേജ്. പ്രിസി എന്ന് പറയുമ്പോൾ അതിൽ ഒറിജിനൽ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുക. ഇറ്റ് ഓഫൺ ഇൻകോർപ്പറേറ്റ്സ് കീ ടേംസ് ആൻഡ് ഫ്രേസസ് ഫ്രം ദി ഒറിജിനൽ ടെക്സ്റ്റ്. അതായത് ഒറിജിനൽ ടെക്സ്റ്റിൽ വരുന്ന ഫ്രേസുകളും ടേംസുകളും എന്ത് ചെയ്യും? പ്രിസിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മറ്റു പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവയുടെ കൂടെ, അതായത് മുഴുവനായിട്ടും പ്രിസി എഴുതുമ്പോൾ, അതായത് എഴുതുന്ന ആളുടെ ലാംഗ്വേജ് ആയിരിക്കില്ല, ആ ഒരു ഒറിജിനൽ ടെക്സ്റ്റിൽ വരുന്ന ഫ്രേസസും ടേംസും ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇനി സമ്മറിയുടെ പ്രത്യേകത 1, മോർ ജനറൽ. സമ്മറിയുടെ ഫോക്കസ്ഡ് ആവില്ല. എന്താ ഇവിടെ പറയുന്നത്? സമ്മറീസ് പ്രൊവൈഡ് എ ബ്രോഡർ ഓവർവ്യൂ ഓഫ് ദി മെയിൻ പോയിന്റ്സ്. അതായത് ആ പ്രധാന ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ പ്രധാന ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ, അവയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ, അതായത് അത്ര അങ്ങോട്ട് ഫോക്കസ് ചെയ്യാതെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് നമുക്ക് നൽകുന്നത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ 2, മേ നോട്ട് മെയിൻറ്റെയിൻ സ്ട്രക്ചർ. അതായത് ആ ഒറിജിനൽ ടെക്സ്റ്റിന്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഫോളോ ചെയ്യാതിരിക്കാം. ദ ഓർഡർ ഓഫ് ഇൻഫോർമേഷൻ മേ ബി ഡിഫറെന്റ് ഫ്രം ദി ഒറിജിനൽ ടെക്സ്റ്റ്. ഒറിജിനൽ ടെക്സ്റ്റിന്റെ ആ ഒരു ഓർഡറിൽ നിന്നും, അതിൻ്റെ ഒരു പാറ്റേണിൽ നിന്നും ഇവിടെ ഇൻഫോർമേഷന്റെ ലെവല് അല്ലെങ്കിൽ രീതി വ്യത്യസ്തമാവാം. മൂന്നാമത്തേത് യൂസസ് ഓൺ വേർഡ്സ്
സമ്മറീസ് ആർ യൂഷ്വലി റിട്ടൺ ഇൻ ദ റൈറ്റേഴ്സ് ഓൺ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പ്രിസി റൈറ്റിംഗിൽ പറഞ്ഞു, അതിൽ വന്നിരിക്കുന്ന, അതായത് പ്രിസിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, അതിൽ വന്നിരിക്കുന്ന ഫ്രേസുകളും അതുപോലെ തന്നെ ടേംസും ഇൻകോർപ്പറേറ്റ് ചെയ്യണം. എന്നാൽ സമ്മറി എന്ന് പറയുമ്പോൾ അത് കാര്യമായിട്ടും എന്തായിരിക്കും, അത് റൈറ്ററുടെ ലാംഗ്വേജ് ആയിരിക്കും. ദോ കീ ടേംസ് മേ ബി റിറ്റേൺ, പ്രധാന ആശയങ്ങളെ ഇതിൽ നിലനിർത്തുന്നുണ്ടെങ്കിലും, അതായത് ഒറിജിനൽ ടെക്സ്റ്റിലെ കീ പോയിന്റ്സിനെ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും നിലനിർത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ലാംഗ്വേജ് റൈറ്ററുടെ ലാംഗ്വേജ് ആയിരിക്കും. അടുത്തത് മോർ ഫ്ലെക്സിബിൾ ഇൻ ലെങ്ത്. The length of a summary can vary based on the length and complexity of the original. ആ ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റിന്റെ വലുപ്പത്തിനും ആ ടെക്സ്റ്റിന്റെ കോംപ്ലക്സിറ്റിക്കും സങ്കീർണതയ്ക്കും അനുസരിച്ച് സമ്മറിയുടെ വലുപ്പത്തിൽ ഏറ്റം വരാം, കൂടലും കുറയലും വരാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് എന്ത് സമ്മറിയും പ്രിസിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു 5ാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് സമ്മറി വേഴ്സസ് പ്രിസി എന്നുള്ള യൂണിറ്റ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീഡിയോ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.